ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിജീസ് ഹാപ്പി കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഒരു കടല പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. ഞാൻ ആദ്യം ഇതിവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസം കുതിർത്തി വെച്ച ഒരു 250 ഗ്രാം കറുത്ത കടലയാണ്. തൊണ്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. 2 സബോള അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്. ഇത്രയും നമ്മൾ ഈ പക്കോടയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ കടലേനെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അരക്കുമ്പോൾ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാതും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതായത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കോരി വെച്ചിട്ട് എണ്ണയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. കേട്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റിയായ നല്ല ക്രിസ്പിയായ നമ്മളുടെ കടലപ്പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ട്രിപ്പും ഉണ്ടാക്കിയിട്ട് വരാം. കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കടല പക്കോട ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ അത്യാവശ്യം നല്ല സോഫ്റ്റും ആയിട്ടുള്ളതാണ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളു നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.